ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. നമ്മൾ കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞത് ഒരു ഈവൻ്റ് നടന്നു മോഡേൺ പീരീഡിൽ, അതിനകത്തൊരു ചിന്തയിലൊക്കെ ഒരു റാഡിക്കൽ ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്ന് നിർത്തി. ഇനി അവിടെ നിന്ന് നോക്കാം. ബിഫോർ ദിസ് ഈവൻറ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ നോം ഓർ സെൻറ്റർ ഇൻ ഓൾ തിങ്സ് വാസ് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. ദസ് മാൻ, ആസ് ദ റിനൈസൻസ് സ്ലോഗൻ ഹാഡ് ഇറ്റ്, വാസ് ദ മെഷർ ഓഫ് ഓൾ അതർ തിങ്സ് ഇൻ ദ യൂണിവേഴ്സ്. ഇപ്പോൾ ഈ ഒരു മോഡേൺ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു ചിന്തയിലൊക്കെ ഒരു വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ മുൻപ് നോക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ തന്നെ വീഡിയോയുടെ ആദ്യത്ത് പറഞ്ഞിട്ടുണ്ട്, ഗോഡ് വാസ് ഇൻ ദ സെൻറ്റർ ഓഫ് എവറിത്തിങ്. പിന്നീട് മാൻ, ഇപ്പോൾ റിനേസൻസ് സമയമായ സമയത്ത് മാൻ വാസ് ഇൻ ദ സെൻറ്റർ. ഓക്കെ, ഇറ്റ് വാസ് ദ മാൻ വാസ് മെഷറർ ഓഫ് ഓൾ തിങ്സ് ഇൻ ദ യൂണിവേഴ്സ് എന്നായിരുന്നു റിനേസൻസ് കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അവിടെ സെൻറ്ററിൽ ആരുണ്ട്? മാൻ ഉണ്ട്. മാൻ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. എന്നാൽ തന്നെ അവിടെ തന്നെ വന്നു വേറൊരു സംഗതി വന്നു. ഇതൊക്കെ വെസ്റ്റേണേഴ്സിൻ്റെ ചിന്തകളാണല്ലോ. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ നോംസ് ഓഫ് ഡ്രസ്, ബിഹേവിയർ, ആർക്കിടെക്ചർ, ഇൻ്റലക്ച്വൽ ഔട്ട്ലുക്ക്, നോക്കൂ ഇവിടെ ഇൻ്റലക്ച്വൽ ഔട്ട്ലുക്ക് ആൻഡ് സോ ഓൺ പ്രൊവൈഡഡ് എ ഫേം സെൻറ്റർ അഗെയിൻസ്റ്റ് വിച്ച് ഡീവിയേഷൻസ്, അബറേഷൻസ്, വേരിയേഷൻസ് കുഡ് ബി ഡിറ്റക്റ്റഡ് ആൻഡ് ഐഡൻറ്റിഫൈഡ് ആണ്, അങ്ങനെ വായിക്കണം, സോറി, ഐഡൻറ്റിഫൈഡ് ആസ് അതർ ആൻഡ് മാർജിനൽ. അപ്പോൾ അതോടുകൂടി തന്നെ ഇപ്പം വെസ്റ്റേൺ കൾച്ചർ, ഈ വൈറ്റ് മാൻ്റെ വെസ്റ്റേൺ ബിഹേവിയർ, അവൻ്റെ ഡ്രസ്സ്, അവൻ്റെ ആർക്കിടെക്ചർ, ഇതാണ് സെൻറ്ററിൽ കിടക്കുന്നത്. ഇപ്പോൾ മാൻ വാസ് ഇൻ ദ സെൻറ്റർ എന്നൊക്കെ പറയുന്ന സമയത്തും ഈ മാൻ ആരാ? സാധാരണ ഇന്ത്യക്കാരനെ പോലെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള കറുത്ത വർഗ്ഗക്കാരനോ അല്ലെങ്കിൽ പെണ്ണുങ്ങളൊന്നുമല്ല, വൈറ്റ് വെസ്റ്റേൺ മാനാണ്. ഇവൻ്റെ ബിഹേവിയറും ഇവൻ്റെ ആർക്കിടെക്ചറും അവൻ്റെ പിന്നെ ഡ്രസ്സും സാധനങ്ങളും ഇതെല്ലാം ആണ് സെൻറ്ററിൽ. എന്നിട്ട് അതാണ് ആ നമ്മുടെ മൊത്തം സ്ട്രക്ചറിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ അവരുടെ അതേപോലെ തന്നെ നടക്കുന്ന ആളുകളാണ് നല്ല ആൾക്കാർ. അതിൻ്റെ ഡീവിയേഷൻ, അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആളുകളെയൊക്കെ മാർജിനലും അതറൊക്കെ ആയിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. സോ ദേ വേർ ഇൻ ദ സെൻറ്റർ. അപ്പോൾ ഈ ഒരു ചിന്താധാര ഇതൊക്കെ പൊളിയുന്നുണ്ട് മോഡേൺ പീരീഡ് ആകുന്ന സമയത്ത് എന്നാണ് ഡെറിഡ പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പൊളിയുന്നുണ്ട് എന്നുള്ള. അപ്പോൾ അതാണ്ടോ, ഇൻ ദ 20th century ദീസ് സെൻറ്റേഴ്സ്, തരത്തിലുള്ള പല സെൻറ്ററുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നോക്കും, അവിടെ വെസ്റ്റേൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കും. നമ്മളിപ്പോൾ നമ്മളെ സ്ഥലത്തേക്ക് തന്നെ വരികയാണെങ്കിൽ, കേരളത്തിൽ തന്നെ വരികയാണെങ്കിൽ ഇവിടെ തന്നെ പലതാണ്. ഇപ്പം പിന്നെ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മ്യൂസിക്കിൻ്റെ സംഭവത്തിൽ, ഇപ്പോൾ മ്യൂസിക് ഏറ്റവും നല്ല മ്യൂസിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിക്കൽ സംഗീതമാണ് ഏറ്റവും നല്ല പാട്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു റിയാലിറ്റി കോമ്പറ്റീഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ക്ലാസിക്കലായിട്ടുള്ള സാധനം ഇട്ട് അടിച്ചാലാണ് നിങ്ങൾക്ക് നല്ല മാർക്കും സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ക്ലാസിക്കൽ അതാണ് സെൻറ്ററിൽ നിൽക്കുന്നത്, ക്ലാസിക്കൽ മ്യൂസിക് ഇൻ ദ കേസ് ഓഫ് മ്യൂസിക്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഈ ക്ലാസിക്കൽ മ്യൂസിക്കുമായിട്ട് ഏറ്റവും അത്രത്തോളം അടുത്ത് നിൽക്കുന്ന പാട്ടാണോ ആ പാട്ടായിരിക്കും നല്ല പാട്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഏറ്റവും ആ ക്ലാസിക്കൽ ആ ഒരു അതിൻ്റെ രാഗം സംഭംഗതികളിൽ നിന്നൊക്കെ ഏറ്റവും അകന്ന് നിൽക്കുന്ന പാട്ടാണെങ്കിൽ പിന്നെ അതിനകത്ത് ഒന്നും പറ്റാത്ത പാട്ടായിരിക്കും അത് അതറാണ്, അത് മാർജിനൽ പാട്ടാണ്, അങ്ങനെ പറയാം. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുറേ പാട്ടുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അത് ക്ലാസിക്കൽ സാധനങ്ങളല്ല. അപ്പോൾ ക്ലാസിക് അത് സെൻട്രലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് എല്ലാത്തിനെയും അളക്കുക. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അത്തരം സെൻറ്ററുകൾ ഇല്ലാതായി മോഡേൺ പീരീഡ് ആയപ്പോൾ എന്നാണ് പറയുന്നത്. നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക്കിനെയൊക്കെ എതിർക്കുന്ന പല രൂപത്തിലുള്ള പാട്ടുകളും ഒക്കെ വരാൻ തുടങ്ങി. അതുപോലെ ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല ഇന്ന സ്ഥലത്ത് ഇന്ന ഡ്രസ്സ് തന്നെ ധരിക്കണം, ഡ്രസ് കോഡിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മളെ പഴയ കാലത്തുള്ള ആൾക്കാരുണ്ടാക്കി വെച്ച കുറേ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മോഡേൺ പീരീഡ് ആയപ്പോൾ പല ആൾക്കാരും അതൊക്കെ ആകെ തകർത്തിട്ടുണ്ട്. അതാണ് ഈ പോസ്റ്റ് സ്ട്രക്ചറലിസം ആയപ്പോൾ അതൊക്കെ ഡീകൺസ്ട്രക്ട്, ദാറ്റ് ഈസ് വാട്ട് ഡീകൺസ്ട്രക്ഷൻ ഈസ് ആൾ അബൌട്ട്. ഇതിലൊക്കെ മ്യൂസിക്കിലൊക്കെ ഒരു ഡീകൺസ്ട്രക്ഷൻ വരികയാണ്. അതൊക്കെ പഴയ സാധനങ്ങളൊക്കെ പോയിട്ട് പൊളിച്ചെഴുത്താണ് മൊത്തത്തിൽ. യു അണ്ടർസ്റ്റാൻഡ്? ഡ്രസ്സിങ്ങിലൊക്കെ ആണെങ്കിൽ എവ്രിവെയർ യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, സോ അപ്പോൾ ഇൻ 20th century ദീസ് സെൻറ്റേഴ്സ് വേർ ഡിസ്ട്രോയിഡ്. സംടൈംസ് ദിസ് വാസ് കോസ്ഡ് ബൈ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സെൻറ്റർ മൊത്തത്തിൽ ഇല്ലാതാകാൻ ചില സംഗതികൾ കാരണങ്ങളൊക്കെ ഡെറിഡ കാണുന്നുണ്ട്. ചില ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്, ഉദാഹരണം പറയുകയാണെങ്കിൽ വേൾഡ് വാർ ഒക്കെ ഉണ്ട്. വേൾഡ് വാർ, ഇല്യൂഷൻ ഓഫ് സ്റ്റഡി മെറ്റീരിയൽ പ്രോഗ്രസ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്റ്റഡി മെറ്റീരിയൽ പ്രോഗ്രസ് എന്നുള്ള ഒരു വിശ്വാസമൊക്കെ ആളുകളിൽ ഇല്ലാതായി. വേൾഡ് വാർ വന്ന തുടങ്ങി മൊത്തം എല്ലാം തകർന്നടിഞ്ഞു. അപ്പോൾ സയൻസിലും ഇതിലൊക്കെയുള്ള പല വിശ്വാസങ്ങളും മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു. ഈ ഹോളോകോസ്റ്റ് ഡിസ്ട്രോയിഡ്
ദി നോഷൻ ഓഫ് യൂറോപ്പ് ആസ് ദ സോഴ്സ് ഓഫ് സെൻറ്റർ ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ. മനുഷ്യൻ്റെ സിവിലൈസേഷൻ്റെ മൊത്തം സെൻറ്റർ യൂറോപ്പാണ്. യൂറോപ്പിനെ കണ്ടുങ്ങളെല്ലാം പഠിക്കണം, നന്മയും സാധനങ്ങളൊക്കെ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന മനുഷ്യന്മാരെന്ത് ചെയ്തു, ഈ ഹോളോകോസ്റ്റ് കണ്ടപ്പോൾ അതെല്ലാ പ്രതീക്ഷയും പോയി. ഒരു കാരണമില്ലാതെ മനുഷ്യന്മാരങ്ങനെ കൊല്ലുന്ന ഈ ഒരു സംവിധാനം കണ്ടപ്പോഴാണ് ശരി ഇവർ അല്ല സെൻറ്റർ എന്നുള്ള സാധനം മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഹിസ്റ്റോറിക്കൽ ഈവൻ്റൊക്കെ വരുന്നതോട് കൂടിയിട്ടാണ് മൊത്തത്തിൽ ആളുകളുടെ ഉള്ളിലുള്ള ചിന്തയിൽ വരുന്ന ഒരു മാറ്റം സംഭവിക്കുന്നത് എന്നാണ് ഡെറിഡ പറയുന്നത്. ഓക്കെ, അത് ഇത്തരം ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് കാരണമായിട്ട് പല സയൻറ്റിഫിക് ഡിസ്കവറീസ് ഇതിന് കാരണമാകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഉദാഹരണമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, സച്ച് മോഡേണിസം റിജക്ട് സച്ച് സെൻട്രൽ അബ്സല്യൂട്ട്സ് ആസ് ഹാർമണി ഇൻ മ്യൂസിക്, ക്രൊണോളജിക്കൽ സീക്വൻസ് ഇൻ നരേറ്റീവ്. അതിൻ്റെയൊക്കെ ഒരു സെൻറ്റർ തകരുന്നതിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ കാണുന്നതാണ് മ്യൂസിക്കിലൊക്കെ വരുന്ന ഇൻവെൻഷൻസൊക്കെ. അതുപോലെ ഈ നരേറ്റീവ്സിൽ ഇപ്പം നോവലൊക്കെ ചെയ്യുന്ന സമയത്ത് ക്രോണോളജിയൊക്കെ തകർത്തിട്ട് ആദ്യം സംഭവിച്ച സംഗതി ആദ്യം പറഞ്ഞു, അങ്ങനെ ഓർഡറിലൊക്കെ പറയുന്ന ആ സിസ്റ്റമൊക്കെ മാറ്റി തോന്നുന്നവരൊക്കെ പറയുന്നൊരു രീതി, അവസാനം സംഭവിച്ചേക്കും ആദ്യം പറയാം. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത് ഈ മോഡേൺ പീരീഡിൽ. ഇതൊക്കെ ഒരു ഒരു ഡീസെൻട്രിങ്ങിൻ്റെ അടയാളമായിട്ടാണ്. ഓൾറെഡി ഇവിടെ ഒരു ഡീസെൻട്രിങ് നടക്കുന്നുണ്ട് എന്നാണ് ഡെറിഡ പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഈ ഡീസെൻട്രിങ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഡെറിഡ അല്ലെങ്കിൽ സ്ട്രക്ചറലിസ്റ്റുകളോ അല്ല. ഓൾറെഡി ദർ ഇസ് എ ഡീസെൻട്രിങ് ഈസ് ടേക്കിംഗ് പ്ലേസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മാറാണ് നമ്മുടെ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ. ദേ ആൾസോ ഡോണ്ട് ബിലീവ് ഇൻ എനി കൈൻഡ് ഓഫ് സെൻറ്റർ. ഓക്കെ, ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇത് ചിലർക്കും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഡീസെൻട്രിങ് ആണ് പറയുന്നത്. ഇൻ ദ റിസൾട്ടിങ് യൂണിവേഴ്സ് ദർ ആർ നോ അബ്സല്യൂട്ട് ഓർ ഫിക്സഡ് പോയിന്റ്. ഇതാണ് നമ്മുടെ മെയിൻ ആർഗ്യുമെൻറ്റ്. ഇൻ ദ റിസൾട്ടിങ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാത്തിലും ഒരു മോഡേൺ പീരീഡിൽ ഒരു മാറ്റം വന്നു, ഡീസെൻട്രിങ് സംഭവിച്ചു, പല എസ്റ്റാബ്ലിഷ്ഡ് സംഗതികളെയും പൊളിച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇൻ ദ റിസൾട്ടിങ് യൂണിവേഴ്സ് ദർ ആർ നോ അബ്സല്യൂട്ട് ഓർ ഫിക്സഡ് പോയിന്റ് സോ ദാറ്റ് ദ യൂണിവേഴ്സ് വി ലിവ് ഇൻ ഈസ് ഡീസെൻറ്റഡ്. അതാണ് നമ്മൾ ഇത്രയും നേരം പറയുന്നത്. ഡീസെൻറ്റഡ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സാണ് പിന്നെ നമുക്ക് കിട്ടുന്നത്. ആരും ഒന്നിൻ്റെ മേലും ഒരു ഡോമിനൻസ് അല്ലാത്ത, ആർക്കും ഒരു ഡോമിനൻസ് ഇല്ലാത്ത, എല്ലാവരും ഒരു ഈക്വലാണ് എന്നുള്ള രൂപത്തിലുള്ള ഒരു വേൾഡാണ്. ദർ ഈസ് നോ സെൻറ്റർ ആക്ച്വലി. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് മൂവ്മെൻറ്റ് ഓർ ഡീവിയേഷൻസ് ഫ്രം നോൺ സെൻറ്റർ ആൾ വി ഹാവ് ഇസ് എ ഫ്രീ പ്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റർ ഇല്ല, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ പ്ലേ ആണ്. യു ഹാവ് ഫ്രീഡം ഹിയർ ഇൻ ഡീകൺസ്ട്രക്ഷൻ, യു ഹാവ് ഫ്രീഡം ഇൻ പോസ്റ്റ് സ്ട്രക്ചറലിസം, യു ക്യാൻ പ്ലേ freely. In the case of reading also, you can do that. There is no fixed meaning when it comes to reading or analyzing a text. What you have a free play. You understand? That's it. Or a central meaning. There is no central meaning in the text. You have freedom, absolute freedom when it comes to analyzing a text. So post-structuralism gives you absolute freedom, you can say. In Derrida's rise to prominence was confirmed by the publication of 3 books by him in the following year, translated as Speech and Phenomena of Grammatology and Writing and Difference. ഈ 3 വർക്കുകളാണ് അദ്ദേഹത്തെ കൂടുതൽ ഫേമസ് ആക്കിയതെന്ന് മാത്രമാണ് പറയുന്നുള്ളൂ. ലെറ്റ്സ് മൂവ് ഓൺ. ഇനി ചില കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പോസ്റ്റ് സ്ട്രക്ചറലിസവും ഡീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കോൺസെപ്റ്റ്സ്. ഫോണോസെൻട്രിസം, ലോഗോസെൻട്രിസം ആൻഡ് മെറ്റാഫിസിക്സ് ഓഫ് പ്രസൻസ്. 3 ഏകദേശം ഒരേ സാധനമാണ്. ഓക്കെ, ഫോണോസെൻട്രിസം ഈസ് എ ടേം Derrida uses to describe the privileging of speech over writing in Western thought. A privileging based on the assumption that because speech implies a speaking presence, it is more authentic. അപ്പം ഒരു ഫോണോസെൻട്രിസം എന്നുള്ള ടേം എടുത്ത് കോയിൻ ചെയ്യുന്നതാണ്. ഇതെന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ ഫിലോസഫിയിൽ പൊതുവേ സ്പീച്ചിനെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്, റൈറ്റിങ്ങിനല്ല പ്രാധാന്യം എന്നാണ്. സോ privileging of speech over writing in Western. So privileging of speech over writing in Western thought. അതെന്താണ്? This privilege is based on the assumption that speech implies speaking. അപ്പോൾ സ്പീച്ചിൻ്റെ സമയത്ത് നമ്മൾ സ്പീച്ച് ചെയ്യുന്ന ആളുടെ പ്രസൻസ് ഉണ്ടല്ലോ അവിടെ. യു അണ്ടർസ്റ്റാൻഡ്? റൈറ്റിങ്ങിൻ്റെ സമയത്ത് ആ റൈറ്ററുടെ പ്രസൻസ് അവിടെ ഇല്ല, അയാൾ എന്നോ എഴുതിയ ഒരു സാധനമാണ് നമ്മുടെ മുന്നിലുള്ളത്. മറ്റത് ഒന്നും കൂടി ഇമ്മീഡിയറ്റ് ആണ്, ആ ആളപ്പം തന്നെ ഉണ്ട്.
അപ്പോൾ അതൊന്നും കൂടി ഒതൻറ്റിക് ആണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വെസ്റ്റേൺ ഫിലോസഫി എപ്പോഴും ഒരു ഫോണോസെൻട്രിക് ആയിട്ടാണ് കിടക്കുന്നത്. ദേ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു സ്പീച്ച് ദാൻ റൈറ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ റൈറ്റിംഗ് തന്നെ അവർ ഒരു പൊതുവേ വെസ്റ്റേൺ ഫിലോസഫിയിൽ ഒരു സെക്കൻഡറി ആയിട്ടാണ് പൊതുവേ കണക്കാക്കുന്നത് എന്നുള്ളൊരു സാധനമാണ് ഈ ഫോണോസെൻട്രിസം എന്നുള്ളതിനോട്. ഇന്ന് മെറ്റാഫിസിക്സ് ഓഫ് പ്രസൻസ് നോക്കാം, അതും ഓൾമോസ്റ്റ് തന്നെയാണ്. ഡീകൺസ്ട്രക്റ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ ഹോൾഡ്സ് ദാറ്റ് ദ എൻറ്റയർ ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ ഫിലോസഫി with its language and tradition has emphasized the desire for immediate access to meaning and thus built a metaphysics അല്ലെങ്കിൽ ഒരു ഫിലോസഫി based on privileging presence over absence. This is called metaphysics of presence. അപ്പോൾ വെസ്റ്റേൺ ഫിലോസഫിയിൽ മൊത്തത്തിൽ ആബ്സെൻസിന് പ്രാധാന്യമില്ല. ഈ ആബ്സെൻസ് ആൻഡ് പ്രസൻസ് എന്ന് പറയുന്ന ഈ ഒരു ബൈനറി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇവർ പ്രിവിലേജ് ചെയ്യുന്നത്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രസൻസിനാണ്. യു അണ്ടർസ്റ്റാൻഡ്? പ്രസൻസിനാണ്. അപ്പോൾ സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് എടുക്കുന്ന സമയത്ത് സ്പീച്ച് ഈസ് ഇമ്മീഡിയറ്റ്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ ആ സമയം നമുക്ക് പറയുന്ന ഉടൻ തന്നെ കിട്ടുന്നത്, അതുകൊണ്ട് കൂടുതൽ അത് ബിലീവബിൾ ആണ്. മറ്റത് ഒരാൾ എന്നോ എഴുതിയ സാധനമാണ് നമുക്ക് കിട്ടുന്നത്, അതുകൊണ്ട് അത്ര തന്നെ അത്. അപ്പോൾ അതിനകത്ത് ഒരു ആബ്സെൻസ് ഉണ്ട്. യു ഹാവ് ദ ആബ്സെൻസ് ഓഫ് ദി പ്രൊഡ്യൂസർ ഓർ ദി റൈറ്റർ. മറ്റത് ആ സ്പീക്കറുടെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ആ പ്രസൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ദാറ്റ് ഈസ് മോർ ബിലീവബിൾ എന്നുള്ളൊരു വിശ്വാസത്തെയാണ് മെറ്റാഫിസിക്സ് ഓഫ് പ്രസൻസ് എന്ന് പറയുന്നത്. ഇനി ലോഗോസെൻട്രിസം, അതും ഇങ്ങനെയൊക്കെ തന്നെ. അക്കോർഡിംഗ് ടു ഡെറിഡ, ലോഗോസെൻട്രിസം ഈസ് ദ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ലോഗോസ്, the Greek term for speech, thought, law or reason, is the central principle of language and philosophy. Logocentrism is the view that speech and not writing is central to language. അപ്പം ഭാഷയെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റേൺ ഫിലോസഫിയിൽ they are logocentric ആണ് അവർ എന്നുള്ളതാണ്. They give more importance to same സാധനം, they give more importance to speech. Understand? ലോഗോസ് എന്ന് പറയുന്നത് ഇവിടെ സ്പീച്ച് എന്ന അർത്ഥത്തിലാണ്, ഒരു ഗ്രീക്ക് ടേമാണ് ലോഗോസ്. അപ്പം ലോഗോ സെൻട്രിക് ആണ് വെസ്റ്റേൺ ഫിലോസഫി പൊതുവേ. റൈറ്റിംഗ് അവർ സെക്കൻഡറി ആയിട്ടാണ് എന്നും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു റൈറ്റ് ആൻഡ് സ്പീച്ച് എന്നുള്ളൊരു ബൈനറി എടുക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ഫിലോസഫി എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്പീച്ചിനാണ് എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇതൊക്കെ എന്താ അദ്ദേഹം പറയുന്നത്, ഈ ബൈനറികളെയൊക്കെ തകർക്കുന്ന ഒരു സംഗതി കൂടിയും നമ്മുടെ പോസ്റ്റ് സ്ട്രക്ചറിസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട്. ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ദെൻ ദ നെക്സ്റ്റ് ടേം ഈസ് ഡിഫറൻസ്. ഫ്രഞ്ച് ടേമാണ് ഡിഫറൻസ്. ഡെറിഡ കോയിൻഡ് ദിസ് ടേം ബൈ കമ്പൈനിങ് ടു വേർഡ്സ്, ഡിഫറിങ് ആൻഡ് ഡെഫറിങ്. ഇങ്ങനെ രണ്ട് വേർഡ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു സംഗതി ഡെറിഡ കോയിൻ ചെയ്യുന്നത്, ഡിഫറിങ് ആൻഡ് ഡെഫറിങ്. ഡെറിഡയെ സംബന്ധിച്ചത്, അക്കോർഡിംഗ് ടു ഹിം, മീനിങ് ഈസ് അച്ചീവ്ഡ് ത്രൂ ഡിഫറൻസ്. ദിസ് മീനിങ് ഹൗവർ ഈസ് നെവർ മീനിങ് ഈസ്, അത് പറയുന്ന സമയത്ത് ഡിഫറൻസ് തന്നെയാണ് കേട്ടോ പറയുന്നത്. അതിൻ്റെ സ്പെല്ലിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഡിഫറൻസ് എന്നുള്ള ഇവിടെ എ ആണ്. സാധാരണ നമ്മൾ ഡിഫറൻസ് ചെയ്യുന്ന സമയത്ത് ഈ എൻ്റെ സ്ഥാനത്ത് ഇ ആണ് വരിക. സോ നോട്ട് ദാറ്റ് പോയിന്റ്. സോ അക്കോർഡിംഗ് ടു ഹിം, മീനിങ് ഈസ് അച്ചീവ്ഡ് ത്രൂ ഡിഫറൻസ്. ദിസ് മീനിങ് ഹൗവർ ഈസ് നെവർ സ്റ്റേബിൾ. അപ്പോൾ നമുക്ക് മീനിങ് കിട്ടുന്നത് നമ്മളൊരു വർക്ക് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ മീനിങ് കിട്ടുന്നത് ഡിഫറൻസിലൂടെയാണെന്ന് അദ്ദേഹം പറയും. എന്താണ് ഡിഫറൻസ്? സാധാ ഡിഫറൻസ് അല്ല, വ്യത്യാസമുള്ള ഡിഫറൻസ് അല്ല. സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുക, എ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഡിഫറൻസ് എന്നൊക്കെ വേണമെങ്കിൽ വായിക്കാം. ശരിക്കും ഡിഫറൻസ് തന്നെയാണ് വായിക്കുന്നുള്ളൂ. നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഹി അഗ്രീസ് വിത്ത് സഷൂർ ആൻഡ് സെയ്സ് ദാറ്റ് മീനിങ് ഈസ് അറ്റൈൻഡ് ത്രൂ difference. But Derrida doesn't stop there. He says that meaning is made possible through deferment too. This means that meaning is never present in a sign simply because the sign refers to yet another sign which is not here. അപ്പോൾ ഡെറിഡ നമ്മുടെ സഷൂറിനെ, സ്ട്രക്ചറലിസ്റ്റ് ആയിട്ടുള്ള സഷൂറിനെ എന്ത് ചെയ്യുന്നു, സഷൂറിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചിട്ട് പറയുന്നു. സഷൂർ പറയുന്നല്ലോ ഡിഫറൻസ്. നിങ്ങളൊരു വേർഡിൻ്റെ മീനിങ് എടുക്കുന്ന സമയത്ത് ഈ മീനിങ് മറ്റൊരു വേർഡിൽ നിന്ന് എന്തെങ്ങനെയാണ് ഡിഫറെൻ്റ് ആയത് എന്ന് നോക്കിയിട്ടാണല്ലോ നമ്മളതിൻ്റെ അർത്ഥം എടുക്കുന്നത്. ഇപ്പോൾ ചക്ക എന്നുള്ളൊരു വേർഡ് എടുക്കുമ്പോൾ നിങ്ങൾ ചക്ക എന്ന് മനസ്സിലാക്കുന്നത് മാങ്ങയല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും സാധനം അല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് ഇത് ചക്ക എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ ഡിഫറൻസിലൂടെ നിങ്ങൾ മീനിങ് എടുക്കുന്നു, ദാറ്റ്സ് വൺ തിങ്. പക്ഷേ ഡെറിഡ പറയുന്നത് ഇങ്ങനെ മാത്രമല്ല എടുക്കുന്നത്, നമ്മളൊരു ഡെഫർമെൻറ്റും കൂടി നടക്കുന്നുണ്ട് അവിടെ. ഡെഫർമെൻറ്റ്, ഡെഫർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പോൺ എന്നാണ് അർത്ഥം. ഡെഫർ എന്ന് പറയുമ്പോൾ പോസ്റ്റ് പോൺ എന്നുള്ള അർത്ഥം കൂടിയുണ്ട്, മാറ്റിയേക്കുക. അപ്പോൾ ഒരു ഡെഫർമെൻറ്റും കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയും കൂടിയാണ് നമ്മൾ മീനിങ് എടുക്കുന്നത്. എന്താണ് ഈ ഡെഫർമെൻറ്റ്? ഇപ്പോൾ നിങ്ങൾ
ഒരു വേർഡ്സിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ദിസ് മീൻസ് ദാറ്റ് മീനിങ് ഈസ് നെവർ പ്രസൻറ്റ് ഇൻ എ സൈൻ. കണ്ടോ, മീനിങ് എന്നുള്ളൊരു ഒരു സൈനിലും എന്തല്ല പ്രസൻ്റ് അല്ല. സിംപ്ലി ബിക്കോസ് ദ സൈൻ റെഫേഴ്സ് ടു യെറ്റ് അനദർ സൈൻ വിച്ച് ഈസ് നോട്ട് ഹിയർ. ഇപ്പോൾ ഒരു സൈന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ കുറേ സൈനുകളാണ് കിട്ടുക. നിങ്ങളൊരു സിഗ്നിഫയറിലും നിങ്ങൾ ഒരിക്കലും ഒരു സിഗ്നിഫൈഡിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് പോസിറ്റീവ് സ്ട്രക്ചറലിസത്തിൻ്റെ ഈ മെയിൻ വാദം എന്ന് പറയാം. ഇപ്പം നിങ്ങളൊരു ഒരു കാറ്റ് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു കാറ്റിനെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുക? അപ്പോൾ കാറ്റ് ഒരു മൃഗമെന്ന് പറയേണ്ടി വരും, അതിന് 4 കാലുണ്ടെന്ന് പറയേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ പറയേണ്ടി വരും. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കില്ലേ, മൃഗമാണെന്ന് പറയണം. അപ്പം മൃഗം എന്നുള്ളത് ഓൾറെഡി ഒരു സൈനല്ലേ. പിന്നെ മൃഗം എന്താണെന്ന് നിങ്ങൾ പറയണ്ടേ? മൃഗം എന്താണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ജീവിവർഗത്തിൽപ്പെട്ട ഒരു സാധനം അങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ ഈ ജീവി എന്താണെന്ന് നിങ്ങൾ പറയണം. പിന്നെ അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് വലിയൊരു ചെയിനാണ്. യു അണ്ടർസ്റ്റാൻഡ്? ദിസ് ചെയിൻ ഓഫ് സൈൻ ഹാസ് നോ എൻഡ്. ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. അതിങ്ങനെ നിങ്ങൾ ചെയിനായിട്ട് പോയി കഴിഞ്ഞാൽ എത്രയാണെങ്കിൽ പോകാൻ പറ്റും. എവിടെ കൊണ്ടുപോയാണ് ഇത് നിൽക്കുക എന്ന് അറിയാൻ പറ്റില്ല. ഒരു ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ മതി. ഒരു വേർഡിൻ്റെ അർത്ഥം നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് അറിയാത്ത വേറെ വേർഡുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ വേറെ വേർഡ്സ് കിട്ടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് തീരൂല. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനം എവിടെ എത്തൂല എന്നുള്ള വി നെവർ റീച്ച് ടു എ ട്രാൻസെൻഡൻ്റൽ സിഗ്നിഫയർ. ഡെറിഡോ ഉപയോഗിക്കുന്ന ഒരു വേർഡാണത്. ട്രാൻസെൻഡൻ്റൽ ഇമ്പോർട്ടൻറ്റ് ടേമാണ്. ട്രാൻസെൻഡൻ്റൽ സിഗ്നിഫയർ എന്നുള്ള സാധനം ഇല്ല. അതാണ് അവസാനം അൾട്ടിമേറ്റായിട്ട് നമ്മൾ എത്തുന്ന ഒരു മീനിങ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു മീനിങ് ഇല്ല എന്നുള്ളതാണ്. നമ്മളൊരു താൽക്കാലിക ഒരു മീനിങ് നമ്മൾ എടുക്കും. വി ഓൺലി ടേക്ക് ടെമ്പററി മീനിങ് ഫ്രം ഈച്ച് ഹാൾട്ട്. നമ്മൾ ഓരോ ഹാൾട്ട് നമ്മൾ നിർത്തിയിട്ട് നമ്മൾ ഈ പോക്കുണ്ടല്ലോ, ഒരു സൈൻ ഇങ്ങനെ മറ്റൊരു സൈൻ തേടി പോകുന്ന ആ പോക്ക്, അത് തൽക്കാലം അവിടെ നിന്ന് ഹാൾട്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളൊരു മീനിങ് എടുക്കുന്നു. ആ മീനിങ് എന്തല്ല നമുക്ക് മനസ്സിലാക്കാം, അതൊരു ടെമ്പററി മീനിങ് ആണ്. മീനിങ് ഈസ് നെവർ ഫുള്ളി ഗ്രാസ്പബിൾ. അതുകൊണ്ട് മീനിങ് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഫൈനൽ മീനിങ് ഈസ് ഓൾവേസ് പോസ്റ്റ് പോണ്ട് അല്ലെങ്കിൽ ഡെഫേർഡ്. അവസാന മീനിങ് ഡെഫേർഡ്. അതിങ്ങനെ പോസ്റ്റ് പോൺ ചെയ്തിട്ടാണ് നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫിക്സഡ് മീനിങ്, ഒരു താൽക്കാലിക മീനിങ് നമ്മൾ എടുക്കുന്നത്. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഐ സപ്പോസ് ഡെഫർമെൻറ്റ്, ഡിഫർ എന്നുള്ളത് നമുക്ക് ഓൾറെഡി നമുക്ക് മനസ്സിലായി. ഒരു സൈന് മറ്റൊരു സൈനിൽ നിന്ന് വ്യത്യസ്തമാകുന്നതോടുകൂടി നമുക്ക് മീനിങ് കിട്ടുന്നു. ദാറ്റ് ഈസ് ക്ലിയർ ഐ തിങ്ക്. ഡെഫർ എന്നുള്ളത് പോസ്റ്റ് പോൺ ചെയ്യാണ്. ഇപ്പോൾ ഓൾറെഡി ഇപ്പം ഞാൻ പറഞ്ഞു കാറ്റ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. കാറ്റ് എന്നുള്ള മീനിങ്ങിൽ എടുക്കുമ്പോൾ ആ കാറ്റിൽ നമുക്ക് ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. അത് കാറ്റ് നിങ്ങൾ പിന്നെ നിങ്ങൾക്കതൊരു ഒരു ആനിമലാണെന്ന് പറയാം, ആനിമൽ എന്താണെന്ന് പറയാം, അങ്ങനെ. അപ്പോൾ ആ ആനിമൽ അതുപോലെ ആനിമൽ എന്താണ് എന്നുള്ളത് അപ്പം നോൺ ആനിമൽ ആയിട്ടുള്ള സംഗതി പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സിഗ്നിഫയേഴ്സുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അതൊക്കെ തൽക്കാലം നിങ്ങൾ മാറ്റി വെച്ചിട്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഒരു പ്രൊവിഷണൽ ഒരു മീനിങ്, ഒരു ടെമ്പററി മീനിങ്ങുകൾ നിങ്ങൾ എടുക്കുന്നത് ആണ് ആക്ച്വലി ഭാഷയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴും വേറെ ഒരുപാട് പോസിബിലിറ്റി ആ ഒരു വേർഡിനുണ്ട്. ഒരുപാട് മറ്റുള്ള പോസിബിൾ മീനിങ്സ് ഉണ്ട്. അത് നമ്മൾ പോസ്റ്റ് പോൺ ചെയ്യണം. ആ സംഗതിയെ തൽക്കാലം നമ്മൾ ഡെഫർ ചെയ്യാമെന്ന് പറയും. ഓക്കെ, യു ഡെഫർ, ദെൻ വി ടേക്ക് എ മീനിങ്. അതാണ് ഡെഫർമെൻറ്റ്. അപ്പോൾ ഡെഫറിങ്ങിലൂടെയും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭാഷയിൽ മീനിങ് എടുക്കുന്നത്. അത് രണ്ടും പറയാൻ വേണ്ടി ഡെറിഡ പറയുന്നത് വേർഡാണ് എന്ത്, ഡിഫറൻസ്. വി ടേക്ക് മീനിങ് ഫ്രം ഓർ ത്രൂ ഡിഫറൻസ്. Hope you understand this. Then what? Binaries and its reversal. Okay. Deconstruction is interested in the binaries. In the binaries set up within the text. Textual binaries are very interesting. This could be man, woman, speech, writing, white, black, ഇൻസൈഡ്, ഔട്ട്സൈഡ്, ഇങ്ങനെയൊക്കെയുള്ള ബൈനറികൾ ഉണ്ടല്ലോ, ഓപ്പോസിറ്റായിട്ട് വരുന്ന വേർഡുകൾ. ഇതിനകത്ത് ഇത് ഭയങ്കര അവർക്ക് താല്പര്യമുള്ളൊരു സാധനമാണ് ഡീകൺസ്ട്രക്ഷനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം. യൂഷ്വലി ഇങ്ങനത്തെ ഒരു ബൈനറിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. യൂഷ്വലി വൺ ടേം ഈസ് പ്രിവിലേജ്ഡ് ഓവർ ദി അതർ. എപ്പോഴും ഈ ബൈനറി ഓപ്പോസിറ്റ് വേർഡ്സിൻ്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വേർഡ് കുറച്ച് പ്രിവിലേജ് കിട്ടുന്നതായി തോന്നാം നമുക്ക്. ഒരു വേർഡ് മറ്റൊരു വേർഡിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് പോസിറ്റീവും നെഗറ്റീവ് ടേമായിട്ടായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. മാൻ വുമൺ എടുക്കുമ്പോഴോ സാധാരണ മാനായിരിക്കും മേലെ വരിക. അത് തർക്കിക്കുന്ന വിഷയമാണ്. ഫെമിനിസ്റ്റുകൾ അത് തന്നെയാണ് എതിർക്കുന്നത്. മാന് മേലായി വരും. സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് എടുക്കുമ്പോൾ സ്പീച്ച് മേലായി വരും. വൈറ്റ് ബ്ലാക്ക് എടുക്കുമ്പോൾ വൈറ്റ് മേലായി വരും. യു അണ്ടർസ്റ്റാൻഡ് അല്ലേ? ഹൈ ആൻഡ് ലോ എടുക്കുമ്പോൾ ഹൈ മേലായി വരും.
ഇങ്ങനെ ഓപ്പോസിറ്റ് വേർഡ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു വേർഡ് എന്തായിരിക്കും ഒന്നും കൂടി ഒരു പ്രിവിലേജ്ഡ് ടേമായിട്ട് നമ്മൾ പൊതുവേ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഡീകൺസ്ട്രക്ഷനിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഡീകൺസ്ട്രക്ഷൻ ഷോസ് ഹൗ ദ ലെസ് പ്രിവിലേജ്ഡ് ടേം ഈസ് സെൻട്രൽ ടു ദി ഡോമിനൻറ്റ്. അപ്പോൾ ഡീകൺസ്ട്രക്ഷൻ ഇത് നേരെ മറിച്ചിടാണ്. എന്നിട്ട് പറയുകയാണെന്ത്, ഇവിടെ ഈ ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ടേം ഉണ്ടല്ലോ, ആ ടേം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയത്, ഒരു മറ്റേ ടേമിന് പ്രിവിലേജ് കിട്ടിയത്. അപ്പം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ശരിക്കും അതിനാണ് കൊടുക്കേണ്ടത്, ലെസ് പ്രിവിലേജ്ഡ് ടേമാണ് കൊടുക്കുന്നുണ്ട്. ആ ലെസ് പ്രിവിലേജ്ഡ് ടേം ഉള്ളതുകൊണ്ടല്ലേ ഡോമിനൻ്റ് മറ്റേ ടേമിന് ഡോമിനൻസ് കിട്ടിയത്. അപ്പോൾ ആ ഡോമിനൻസ് കിട്ടാൻ കാരണം ഈ ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ടേം അല്ലേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഹൈറാർക്കി റിവേഴ്സ് ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. എന്നാൽ മറ്റേ ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സാധനത്തിന് അതിനും പ്രിവിലേജ് ഉണ്ട് എന്ന് ഇവർ പറയുന്നില്ല. ദെൻ ഈവൻ ക്വസ്റ്റ്യൻ ദ ന്യൂ ഹൈറാർക്കി, പുതിയ ഹൈറാർക്കിയെയും അവർ എതിർക്കുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ്? എന്നിട്ട് പറയുന്നു ദിസ് ഈസ് ദ ടെക്സ്റ്റ് മോസ്റ്റ് ഡൗട്ട്ഫുൾ കോൺട്രാഡിക്ടറി മൂവ്മെൻറ്റ്, ദിസ് സിറ്റുവേഷൻ ഈസ് ടേംഡ് ആസ് അപ്പോറിയ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് നോക്കുന്ന സമയത്ത് ടെക്സ്റ്റിലുള്ള ബൈനറീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പൊളിച്ചെഴുതുന്നു. അപ്പം ഓൾറെഡി ടെക്സ്റ്റ് നമ്മളോട് പറയുന്ന പ്രിവിലേജ് കൊടുക്കുന്ന ടേമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ഓപ്പോസിറ്റ് ടേമിന് പ്രിവിലേജ് കൊടുക്കുന്നു. എന്നാൽ അതിനെയും നമ്മൾ പൊളിച്ചെഴുതിട്ട് നമ്മൾ ഏതാണ് പ്രിവിലേജ് എന്നറിയാൻ പറ്റാത്ത ഒരു ടെക്സ്റ്റിനകത്ത് തന്നെ ഒരു മീനിങ് എടുക്കാൻ പറ്റാത്ത ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതാണ് അവർ പറയുന്നത്. വി കനോട്ട് ഫൈൻഡ് ഔട്ട് ദി എക്സാക്ട് മീനിങ് ഫ്രം ദ ടെക്സ്റ്റ്. വി കനോട്ട് ഫൈൻഡ് ഔട്ട് വിച്ച് ഈസ് പ്രിവിലേജ്ഡ്, വിച്ച് ഈസ് നോട്ട് പ്രിവിലേജ്ഡ്. അങ്ങനെ ഒരു പസിൽമെൻറ്റിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ദിസ് ഈസ് കോൾഡ് അപ്പോറിയ ഇൻ ഡീകൺസ്ട്രക്ഷൻ. ദിസ് സിറ്റുവേഷൻ ഈസ് ടേംഡ് ആസ് അപ്പോറിയ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു അപ്പോറിയയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതാണ് ആക്ച്വലി ഡീകൺസ്ട്രക്ഷനിസ്റ്റ് റീഡിങ്. നിങ്ങളൊരു അൾട്ടിമേറ്റ് മീനിങ് ഒന്നും അതിനകത്ത് കിട്ടില്ല. ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതാണ്. മീനിങ് നിങ്ങൾ എടുക്കുന്നത് അല്ല, ഒരു അൾട്ടിമേറ്റ് മീനിങ് എടുക്കുന്നതിലല്ല ഡീകൺസ്ട്രക്ഷൻ കിടക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഡീകൺസ്ട്രക്റ്റീവ് റീഡിങ് എന്നതിൻ്റെ ഒരു പക്ഷേ മീനിങ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റീഡിങ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ദെൻ ദർ ഈസ് നോ ഔട്ട്സൈഡ് ടെക്സ്റ്റ്. എന്താ സംഭവം? ദർ ഈസ് നോ ഔട്ട്സൈഡ്. ഇത് ഡെറിഡയുടെ ഓഫ് ഗ്രമറ്റോളജി എന്ന് പറയുന്ന ഇതിനകത്ത് അല്ലെങ്കിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ അതിലുള്ള ഒരു ആക്സിയൽ പ്രപ്പോസിഷനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു സെൻറ്റൻസ് ദർ ഈസ് നോ ഔട്ട്സൈഡ് ടെക്സ്റ്റ് എന്നുള്ള ആക്സിയൽ പ്രപ്പോസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആർഗ്യുമെൻ്റ് ആണ് ആ എസ്സേയുടെ എന്നാണ് ഡെറിഡ പറയുന്നത്. ആക്ച്വലി അത് നമ്മുടെ ഗായത്രി സ്പിവാക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് ദർ ഈസ് നോ ഔട്ട്സൈഡ് ടെക്സ്റ്റ് എന്നുള്ളത് അങ്ങനെയല്ല അവർ ചെയ്തത്. അവർ ദർ ഈസ് നത്തിങ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ് എന്നുള്ള രൂപത്തിലായിരുന്നു അത് ആക്ച്വലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ദർ ഈസ് നത്തിങ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ വളരെ രൂപത്തിൽ പല ആളുകളും തെറ്റായിട്ടായിരുന്നു അതിന് ഇൻ്റർപ്രറ്റ് ചെയ്തത്. ദർ ഈസ് നത്തിങ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ടെക്സ്റ്റിനകത്താണ്, ടെക്സ്റ്റിന് പുറത്തൊന്നുമില്ല, ആ രൂപത്തിലായിരുന്നു അതിന് അർത്ഥം. പക്ഷേ ഡെറിഡ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ആ ഫ്രഞ്ചിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു പരിമിതി കൊണ്ടാണ് അത് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അത് നമുക്ക് അവർ തന്നെ ആ സ്പിവാക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് ദർ ഈസ് നത്തിങ് ഔട്ട്സൈഡ് ടെക്സ്റ്റ് എന്നുള്ള എഴുതിയതിന് ശേഷം ബ്രാക്കറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ദർ ഈസ് നോ ഔട്ട്സൈഡ് ടെക്സ്റ്റ് എന്നായിരിക്കും വരിക. അപ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പദം ഒരു എന്താ പറയുക, ഈ ഒരു നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ആ ഒരു ഗ്രാമർ റൂൾ അനുസരിച്ചിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ദർ ഈസ് നോ ഔട്ട്സൈഡ് ടെക്സ്റ്റ് എന്നുള്ളത് ഒരു ഗ്രമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസ് അല്ലാത്തതുകൊണ്ടാണ് ദർ ഈസ് നത്തിങ് ഔട്ട്സൈഡ് ടെക്സ്റ്റ് എന്നുള്ള രൂപത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പം ഇങ്ങനെ വായിക്കുമ്പോഴാണ് നമ്മൾ ഡെറിഡയുടെ ഉദ്ദേശ കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഈ ഔട്ട്സൈഡ് ടെക്സ്റ്റ് എന്നുള്ളതിന് തന്നെ അദ്ദേഹം അതിനകത്ത് ഉപയോഗിച്ച ഒരു പദം എന്താ പറയുക, ഒരു ഹോസ് ടെക്സ്റ്റ് എന്നുള്ളൊരു സാധനമാണ്. ആക്ച്വലി ഹോസ് ഉപയോഗിച്ചത് ഹോസ് ടെക്സ്റ്റ് എന്നുള്ളൊരു ഫ്രഞ്ച് പദമാണ്. അപ്പം ഈ ഒരു സാധനത്തിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെയാണ് ഈ ഔട്ട്സൈഡ് ടെക്സ്റ്റ് എന്നുള്ള ട്രാൻസ്ലേഷൻ കൊടുത്തത്, ഹോസ് ടെക്സ്റ്റ് എന്നുള്ളത്. അപ്പോൾ അത് ഈ ടെക്സ്റ്റ് നമ്മൾ സാധാരണ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ഈ അതിൻ്റെ കുറച്ച് സംഗതികളുണ്ട്, ഇൻഡെക്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മാർജിന്, പേജ് നമ്പറൊക്കെ കിട്ടുന്ന സംഗതികൾ, അതിൻ്റെ ഒരു പ്രിഫേസ്, ഈ സാധനം മെയിൻ ടെക്സ്റ്റിൽ കൂട്ടൂല. അപ്പോൾ ഇതിനെയാണ് ഈ ഹോസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ അത് ആ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു ബൗണ്ടറി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു ടെക്സ്റ്റിൻ്റെ കൊടുക്കുന്ന ഒരു ബൗണ്ടറിയാണ് ആ ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ കുറച്ച് ബ്ലാങ്ക് പേജുകളും അതിൻ്റെ ഇൻഡെക്സും അതിൻ്റെ പ്രിഫേസും ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ടൈറ്റിലും സാധനങ്ങളൊക്കെ കണ്ടൻറ്റൊക്കെ കൊടുക്കുന്ന പേജുകൾ. അപ്പോൾ ഇതൊരു ബൗണ്ടറിയാണ് ടെക്സ്റ്റ്, അതിൻ്റെ ഉള്ളിലാണ് ഈ ടെക്സ്റ്റ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബൗണ്ടറി ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം ഈ ദർ ഈസ് നോ ഔട്ട്സൈഡ് ടെക്സ്റ്റ് എന്നുള്ളതിനോട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹോസ് ടെക്സ്റ്റ് എന്നൊരു സാധനമില്ല. ദാറ്റ് മീൻസ് ടെക്സ്റ്റിൻ്റെ മുന്നും ബാക്കിലും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളുണ്ട് നിങ്ങൾ ടെക്സ്റ്റിൽ പെടുത്താത്ത,
ഈ സാധനം ഇല്ല. അപ്പോൾ ടെക്സ്റ്റിന് എന്തില്ല, ബൗണ്ടറി ഇല്ല. അത് ഒരുപാട് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അകന്നകന്ന് പോകുന്ന ഒരു സാധനമാണെന്നുള്ള, ഒരു ലിമിറ്റ് ഇല്ലാത്തൊരു സാധനമാണെന്നുള്ളൊരു അർത്ഥത്തിലാണ് ദർ ഈസ് നോട്ട് സേ ടെക്സ്റ്റ് എന്നുള്ളത് ആക്ച്വലി അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് മീൻസ് ദാറ്റ് ടെക്സ്റ്റ് ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ബൈ ബുക്സ് മാർജിൻസ് ഓർ ബൈൻഡിങ്സ്. എ ടെക്സ്റ്റ് ഓവർ ആൻഡ് സ്പിൽസ് ഓവർ ഇറ്റ്സ് ബോർഡേഴ്സ്. അപ്പോൾ ഈ ബോർഡറിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ടെക്സ്റ്റിന് ഇങ്ങനെ പോകാൻ പറ്റും. ടെക്സ്റ്റ് പല രൂപത്തിൽ നിങ്ങൾക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള അർത്ഥത്തിലാണ്. ദ എൻഡ് ഓഫ് ദ ബുക്ക് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദി റൈറ്റിംഗ്. എവറി ടെക്സ്റ്റ് ക്യാരീസ് ട്രേസസ് ഓഫ് അതർ ടെക്സ്റ്റ്. അപ്പോൾ ഓരോ ടെക്സ്റ്റിനകത്തും വേറെ ടെക്സ്റ്റിൻ്റെ ട്രേസുകൾ, അടയാളങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ പുറത്തേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ ഒരുപാട് മൾട്ടിപ്പിൾ മീനിങ്സ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്താണ് പോസിറ്റീവ് സ്ട്രക്ചറലിസ്റ്റ്? ഇപ്പം ഇത്രയും പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായത് എന്താണ് ഈ പോസിറ്റീവ് സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിക്സ് ചെയ്യുന്നത് നോക്കാം. ദേ റീഡ് ദ ടെക്സ്റ്റ് അഗെയിൻസ്റ്റ് ഇറ്റ് സെൽഫ് സോ ആസ് ടു എക്സ്പോസ് ദ ഹിഡൻ മീനിങ് വിച്ച് മേ ബി കോൺട്രറി ടു ദ സർഫസ് മീനിങ്. അപ്പോൾ ഇവർ വായിക്കുന്നത് ടെക്സ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വായിക്കുന്നത്. ദ റീഡ് അഗെയിൻസ്റ്റ് ദ ടെക്സ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനകത്തുള്ള ഹിഡൻ മീനിങ് ഒക്കെ പുറത്തെടുക്കുക. ഇതാണ് ആക്ച്വലി പോസിറ്റീവ് സ്ട്രക്ചറലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡീകൺസ്ട്രക്ഷനിസ്റ്റുകൾ ചെയ്യുന്നത്. ഒരു കൺസ്ട്രക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്നത്. അതിനകത്തുള്ള കോൺട്രറി ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ എക്സ്പോസ് ചെയ്ത് കാണിക്കാം. റീഡിങ് അഗെയിൻസ്റ്റ് ദ ടെക്സ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വില്യം കോപ്പറുടെ പീറ്റർ ബാരി പറയുന്നൊരു എക്സാമ്പിളാണത്. കാസ്റ്റവേ എന്ന് പറയുന്ന ഒരു പോണ്ട്, ഒരു എലീജിയാണ് ആക്ച്വലി. അതിനകത്ത് ഒരു സ്പീക്കർ ഒരു ഷിപ്പ് കപ്പൽ മുങ്ങിയിട്ടൊരു ആൾ മരിച്ച അയാളെ മോൺ ചെയ്യുന്നതായിട്ടാണ് അതിൽ വിലപിക്കുന്ന ഒരു കവിതയാണ്. അപ്പോൾ ഈ മരിച്ച ആൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളെ എല്ലാ കപ്പലിലുള്ള മറ്റുള്ള ആളുകൾ സേവ് ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും ഇല്ലായിരുന്നില്ല. പക്ഷേ അയാൾ ഈ സേവ് ചെയ്യാൻ ശ്രമിക്കാത്തത് കൊണ്ട് അദ്ദേഹം ഈ ഫ്രണ്ട്സിനെ ഒന്നും കുറ്റം പറയുന്നുണ്ടായിരുന്നില്ല. ഈ ടെക്സ്റ്റിൻ്റെ കവിതയുടെ ആദ്യത്തിൽ എന്ത് ചെയ്യുന്നില്ല, ദ സ്പീക്കർ ഓഫ് ദ പോയിന്റ് ഡസൻറ്റ് ബ്ലെയിം ഹിസ് ഷിപ്പ്മേറ്റ്സ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഫോർ ഹിസ് ഡെത്ത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും അദ്ദേഹം കുറ്റം പറയുന്നില്ല. എന്നാൽ കുറച്ച് അവസാനം അദ്ദേഹം അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഫ്രണ്ട്സ് ഇയാളെ സേവ് ചെയ്തിട്ടില്ല എന്നുള്ള രൂപത്തിലും അദ്ദേഹം പറയുന്നുണ്ട്, ഈ സ്പീക്കർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സാധനങ്ങൾ റീഡ് അഗെയിൻസ്റ്റ് ദ ടെക്സ്റ്റ് എന്നുള്ളത് എന്ന് വെച്ചാൽ ടെക്സ്റ്റിനെ മൊത്തം അങ്ങോട്ട് പൊളിച്ച് എഴുതുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഡീകൺസ്ട്രക്ഷൻ. അപ്പം നമ്മൾ ആ വേർഡിൽ ഇപ്പോഴും നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്താണ് ശരിക്ക് ഡീകൺസ്ട്രക്റ്റ് എന്നുള്ള വേർഡിനെ നടത്തും. കൺസ്ട്രക്റ്റ് നമുക്ക് അറിയാം, എന്താണെന്ന് അറിയാം, കൺസ്ട്രക്റ്റ് ചെയ്യാം. റീകൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ ഉള്ള സാധനം വീണ്ടും കൺസ്ട്രക്റ്റ് ചെയ്യാണ്. ഇപ്പം നിങ്ങൾ ഓൾറെഡി ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഓതർ പറയുന്ന സാധനം, ഓതർ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പാടില്ല എന്നുള്ളതാണ് ഡെറിഡയുടെ വാദം. ഓതർ ഉദ്ദേശിച്ച സാധനം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് അത് റീകൺസ്ട്രക്റ്റ് ആണ്. ഓൾറെഡി ഓതർക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് എടുക്കുന്നത് അത് ദാറ്റ് ഈസ് വാട്ട് റീകൺസ്ട്രക്ട്. ഓൾറെഡി അത് തന്നെയാണ് ഈ ഓതർ ചെയ്തത്, ടെക്സ്റ്റിൽ ചെയ്ത് വെച്ച സാധനം. പിന്നെ നിങ്ങൾ അതന്നെ നിങ്ങൾ ആ മീനിങ് നിങ്ങൾ എടുക്കേണ്ട എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് റീകൺസ്ട്രക്റ്റിങ്. ഡീകൺസ്ട്രക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളോട് കൺസ്ട്രക്ട് ചെയ്ത സാധനത്തെ നിങ്ങൾ ആകെ പൊളിക്കുകയാണ്. ദെൻ യു ആർ ക്രിയേറ്റിംഗ് എ ന്യൂ ടെക്സ്റ്റ് മേ ബി. ഡീകൺസ്ട്രക്ട് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ആണ് കേട്ടോ ഡീകൺസ്ട്രക്ട്. അണ്ടർസ്റ്റാൻഡ്? സോ ദിസ് ഈസ് റീഡിങ് അഗെയിൻസ്റ്റ് ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിനകത്തുള്ള ഫോൾട്ടുകളും അതിലുള്ള കോൺട്രാഡിക്ഷൻസും കാര്യങ്ങളൊക്കെ പുറത്ത് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ വേറൊരു ബാരിയുടെ തന്നെ ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇതിന് പറയുന്ന ഒരു കവിത, നമ്മുടെ ഡിലൻ തോമസിൻ്റെ കവിത പറയുന്നത് റെഫ്യൂസൽ ടു മോൺ ദ ഡെത്ത് ബൈ ഫയർ ഓഫ് എ ചൈൽഡ് ഇൻ ലണ്ടൻ. അപ്പോൾ അതിനകത്ത് പിന്നെ ഈ ഒരു ചൈൽഡിൻ്റെ ഡെത്തിൽ മോൺ ചെയ്യുന്നത്, അതിൽ വിലപിക്കുന്നതിന് റെഫ്യൂസ് ചെയ്തിട്ടാണ് ടൈറ്റിൽ റെഫ്യൂസ്. പക്ഷേ പോയം തന്നെ അത് മോൺ ചെയ്തുകൊണ്ടാണ് പോയം തന്നെ. അപ്പോൾ ടൈറ്റിലിന് നേരെ എതിരായിട്ടാണ് കവിത പറയുന്നത് വേറെ, ചെയ്യുന്നത് വേറെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കാണിക്കുക ടെക്സ്റ്റിനകത്തുള്ള. യു അണ്ടർസ്റ്റാൻഡ്? അതിനകത്തുള്ള കോൺട്രാ കാണിക്കുക. ഓക്കെ, എന്നിട്ട് മൊത്തം അത് പൊളിച്ചെഴുതുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. സോ അതാണ് ദ റീഡ് ദ ടെക്സ്റ്റ് അഗെയിൻസ്റ്റ് ഇറ്റ് സെൽഫ് സോ ആസ് ടു എക്സ്പോസ് ദ ഹിഡൻ മീനിങ്. ഓക്കെ, ഇത് ഹിഡൻ മീനിങ് കണ്ടെത്തുക. അതെന്തായിരിക്കും, ടെക്സ്റ്റിനകത്തുള്ള സർഫസ് മീനിങ് നേരെ കോൺട്രറി ആയിട്ടായിരിക്കും കണ്ടെത്തുക. പല കോൺട്രാഡിക്ഷൻസും കാണിക്കും. അടുത്തത് എന്താ, ദ ഫിക്സ് അപ്പോൺ ദ സർഫസ് ഫീച്ചേഴ്സ് ഓഫ് ദ വേർഡ്സ്, ദ സിമിലാരിറ്റീസ് ഇൻ സൗണ്ട്, ദ റൂട്ട് മീനിങ് ഓഫ് വേർഡ്സ്, അനലൈസ് ദം സോ ദാറ്റ് ദ ക്യാൻ ബി ക്രൂഷ്യൽ ടു ദ ഓവറോൾ മീനിങ്.
പിന്നെ അവരെന്ത് ചെയ്യുന്നു, അതിൻ്റെ സർഫസ് മീനിങ്ങിൽ ശരിക്കും ഡീപ്പായിട്ട് അനലൈസ് ചെയ്യും. പല വേർഡുകളും ശരിക്ക് അനലൈസ് ചെയ്യും. അതിൻ്റെ ആ വേർഡ് വന്നത് എവിടെ നിന്നാണ്, അതിൻ്റെ റൂട്ട് മീനിങ് ഒക്കെ നോക്കും. അപ്പം നമുക്ക് പല കോൺട്രാഡിക്ഷൻസും കാണാൻ പറ്റും. അത് മൊത്തത്തിൽ വർക്കിൻ്റെ ഓവറോൾ മീനിങ്ങിനെ ഏത് രൂപത്തിലാണ് ബാധിക്കുന്നത് എന്നൊക്കെ കാണാൻ പറ്റും. When they seek to show that the text is characterized by disunity rather than unity. പിന്നെ ടെക്സ്റ്റിനകത്ത് ഇവർ കാണിക്കുന്നത് വലിയ യൂണിറ്റി ഒന്നുമില്ല. ടെക്സ്റ്റിനകത്ത് ഒരുപാട് ഡിസ്യൂണിറ്റിയാണ് കാണാൻ പറ്റുക. അത് പുറത്ത് കാണിക്കുക എന്നുള്ളതാണ് ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ചെയ്യുന്നത്. ഭയങ്കര യൂണിഫൈഡ് സ്ട്രക്ചേർഡൊന്നും അല്ല ടെക്സ്റ്റ് എന്നുള്ളത്. അതിനകത്ത് ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക ഡിസ്യൂണിറ്റി ആണ് ഇവർ പുറത്ത് കാണിക്കാൻ ശ്രമിക്കുന്നത്. Then they concentrate on a single passage and analyze it so intensively that the multiplicities of meaning can be explored. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞൊരു സാധനം തന്നെയാണ്. ഏകദേശം ഒരു സിംഗിൾ പാസേജിൽ തന്നെ വളരെ ഡീപ്പായിട്ട് ഇൻറ്റൻസീവായിട്ട് വായിക്കുന്നത്, അതിലൂടെ ഒരുപാട് മൾട്ടിപ്പിൾ മീനിങ്സ് എക്സ്പ്ലോർ ചെയ്യുന്നു. They look for shifts and breaks of various kinds in the text. പിന്നെ ടെക്സ്റ്റിനകത്ത് തന്നെ എവിടെയെങ്കിലും പെട്ടെന്നുള്ള ചില ഷിഫ്റ്റ് ഉണ്ടാവും, പോയിൻ്റ് ഓഫ് വ്യൂ മാറുന്നുണ്ടാവും. അപ്പോൾ അതിലൊക്കെയുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കുക. അപ്പോൾ ഫസ്റ്റ് പേഴ്സണിലൊക്കെ വരുന്ന സാധനം പെട്ടെന്ന് സെക്കൻഡിലൊക്കെ തേർഡ് പേഴ്സണിലേക്കും വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഇമ്പോർട്ടൻസൊക്കെ അനലൈസ് ചെയ്യാം. ടെസ്റ്റിലുണ്ടാകുന്ന ചില ബ്രേക്കുകൾ, ചില പോസുകൾ, ഇതൊക്കെ അനലൈസ് ചെയ്യാം. ഇതൊക്കെയാണ്. സോ ബേസിക്കലി റീഡിങ് അഗെയിൻസ്റ്റ് ദ ടെക്സ്റ്റാണ് ബേസിക്കലി പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, എന്താണോ ടെക്സ്റ്റ് നമ്മുടെ ബേസിക്കലി പറയാവുന്നത്, അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ ഒരു പിന്നെ പുറമേക്ക് കാണുന്ന ഒരു മീനിങ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെതിരെ വായിക്കുക. അതിന് ഓപ്പോസിറ്റായിട്ട് എന്താണോ ടെക്സ്റ്റിനകത്തുള്ളത് എന്നുള്ളത് എക്സ്പോസ് ചെയ്ത്, ഒരു സർഫസ് മീനിങ്ങിന് ഓപ്പോസിറ്റായിട്ട് എന്താണോ ടെക്സ്റ്റിനകത്തുള്ളത് എന്നുള്ളത് എക്സ്പോസ് ചെയ്യുന്നതാണ് ബേസിക്കലി പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്, ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.